ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ പാനിപൂരി ഉണ്ടാക്കാം എന്നതാണ്. എല്ലാവർക്കും പാനിപൂരി ഇഷ്ടമല്ലേ? കുറേ പേരുടെ ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡാണ് പാനിപൂരി. അപ്പോൾ നമുക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് പാനിപൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ ഇംലി സോസ് ഉണ്ടാക്കാം. നല്ല മധുരവും എരിവും പുളിയും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സോസാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പുളിയാണ്. അതൊരു കൈ ഫുള്ളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അളവ് അങ്ങനെ ആയിട്ട് ഒരു കൈ ഫുൾ അളവ് കേട്ടോ. പുളി കുതിർത്താൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പൾപ്പൊക്കെ ഇറങ്ങുമല്ലോ. എന്നിട്ട് നന്നായിട്ട് നല്ലോണം പിഴിഞ്ഞ് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി എടുത്തിട്ട് നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണമെന്നില്ല, മുഴുവനായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കാരണമാണ് അരിച്ചു കൊടുത്തത്. നമുക്കിതിന് ഫുൾ പൾപ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തിളക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഇനി 2 ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് ഇട്ട് കൊടുക്കണുള്ളൂ. ഈന്തപ്പഴം ഉണ്ടെങ്കിൽ 3-4 ഈന്തപ്പഴയും 1 ശർക്കരയായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ 2 ശർക്കര ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരാനുണ്ടത്. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇംലി സോസ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടാറി കഴിയുമ്പോൾ ഇതിനും തിക്കായിട്ടായിരിക്കും ഇരിക്കുക. അടുത്ത സ്റ്റെപ്പ് പുതിനയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് ഗ്രീൻ കളറായിട്ടുള്ളൊരു പാന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 1 പിടി പുതിന, 1 പിടി മല്ലിച്ചപ്പ്, പിന്നെ 1 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ഉണ്ട്, അത് കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളത്, 2 കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഗ്രീൻ പാന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് ലയിപ്പിച്ചെടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കലാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിൽ കൂടെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വേവിച്ച ഗ്രീൻ പീസും ഇതിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ച പുതിനയിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച 1 സവാള എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്.
1 ടീസ്പൂണ് ചാറ്റ് മസാലയാണ് ഉരുളക്കിഴങ്ങ് മസാലയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ഇംലി സോസിലായാലും മറ്റേ ഗ്രീൻ പാനിയിലായാലും ഞാൻ ചാറ്റ് മസാല ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ല ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച ഇംലി സോസാണിത്. അത് ചൂടാറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ടായിട്ടിരിക്കുക. ഇതിൽ നിന്ന് ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ സോസ് നമുക്കൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ പാനിപൂരിക്കുള്ള മസാലയും പാനിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പൂരി വാങ്ങാണ് ചെയ്തത്, ഉണ്ടാക്കിയില്ല. റെഡിമെയ്ഡായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ബോൾസ് പോലെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് ബോൾസ് പോലെ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പാനിപ്പൂരിയുടെ മേലിടുന്ന ബൂന്തി അല്ലെങ്കിൽ മിക്സർ പോലത്തെ ഇല്ലേ, അത് നമ്മൾ സാധാരണ മറ്റേ എരില്ലാത്ത മിക്സറിനോട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.